ഹലോ എവ്രി വൺ, വെൽക്കം ടു അഡ്വെൻറ്റ് ജേണി. അഡ്വെൻറ്റ് ജേണിയുടെ 13-ാം ദിവസം നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനം 91. നമുക്കെല്ലാം വളരെ സുപരിചിതമാണ് ഈ സങ്കീർത്തനം. മിക്ക വീടുകളിലും എല്ലാ ദിവസവും ഒക്കെ തന്നെ ഇത് വായിക്കാറുണ്ട്. ഇന്ന് നമ്മൾ ഫാമിലി ഒരുമിച്ച് ഒരു തമ്പുരാൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. ഈ സങ്കീർത്തനമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ ജീവിതത്തിലെ ഒരു കുഞ്ഞനുഭവമാണ് ഞാൻ പറയുന്നത്. ജിമ്മി സ്റ്റുവാർട്ട് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ആക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ഇല്ല, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് എയർഫോഴ്സിൽ ബോംബർ പൈലറ്റായിട്ട് പരിശീലനം കിട്ടിയ ആളായിരുന്നു. ഇപ്പോൾ 2ാം ലോകമഹായുദ്ധകാലത്ത് അദ്ദേഹം യൂറോപ്പിലേക്ക് പോവുകയാണ്, യുദ്ധമുഖത്തേക്ക് പോവുകയാണ്. അപ്പനുമായിട്ട് വളരെ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പ് അപ്പനിങ്ങനെ കുറേ നേരം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞു. എന്നിട്ട് ബൈ ഒക്കെ പറഞ്ഞു. യാത്ര പോയി താമസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം പെട്ടെന്ന് പോക്കറ്റിലൊരു പേപ്പർ ഇരിക്കുന്നതായിട്ട് കാണുകയാണ്. പേപ്പർ എടുത്ത് തുറന്ന് നോക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഡാഡി എഴുതിയ കത്താണ്. ജിമ്മി, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാമോ? നീ പോകുമ്പോൾ, യുദ്ധമുഖത്തേക്ക് നീ പോകുമ്പോൾ എനിക്ക് ഒരുപാട് പേടിയുണ്ട്, പക്ഷെ നീ പേടിക്കരുത്. അതിനുശേഷം അദ്ദേഹം അതിൻ്റെ താഴെ 91-ാം സങ്കീർത്തനം ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. ഈ സങ്കീർത്തനം നിനക്ക് സംരക്ഷണമായിരിക്കും. യുദ്ധമുഖത്തും ശത്രുവിൻ്റെ മുമ്പിലായിരിക്കുമ്പോഴും നീ പതറരുത്. ദൈവം മാലാഖമാരെ അയച്ച് നിന്നെ കാത്തുകൊള്ളും. അപ്പോൾ ഈ സങ്കീർത്തനമായിരിക്കണം നിൻ്റെ ബലം. ഇത് വായിക്കുമ്പോൾ ജിമ്മിയുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകി. ശരിക്കും ആ യുദ്ധകാലയളവിൽ ഡാഡി പറഞ്ഞതുപോലെ ജിമ്മിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രൊട്ടക്ഷനായിരുന്നു ഈ സങ്കീർത്തനം. യുദ്ധമൊക്കെ അവസാനിച്ച് സുരക്ഷിതനായി അദ്ദേഹം വീട്ടിലെത്തി. പിന്നീടാണ് അദ്ദേഹം ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്കൊക്കെ മാറുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ ഡെയിലി യുദ്ധത്തിനൊന്നും പോകുന്നുണ്ടാവില്ല, പക്ഷേ എല്ലാ ദിവസവും നമ്മളെ എത്രമാത്രമാണ് ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി സ്നേഹത്തോടെ ഈ സങ്കീർത്തനം നമുക്കെടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ സങ്കീർത്തനം മാറുമെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും അത്. അപ്പോൾ നിങ്ങളിന്ന് ഒരുമിച്ച് വായിച്ച് ധ്യാനിക്കുക. ഇന്നത്തെ ആക്ടിവിറ്റി ഇതാണ്. നിങ്ങൾ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ ഒന്ന് വിളിക്കണം. ഗ്രാൻഡ് പേരൻസിനോട് ചോദിക്കും, 91-ാം സങ്കീർത്തനം അപ്പാപ്പനും അമ്മമ്മയും വായിക്കാറുണ്ടായിരുന്നോ? അവരുടെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചറിയാനും അവരുടെ വിശേഷങ്ങൾ തിരക്കാനുമുള്ള ദിവസമാണ്. അപ്പോൾ പോസ്റ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.